അർജന്റീന കോർഡോബയിലെ നവജാത ശിശുക്കളുടെ ആശുപത്രിയിൽ ഒരു കാലത്ത് ജനിച്ചു വീണ കുഞ്ഞുങ്ങൾക്ക് ആയുസ് മിനിറ്റുകൾ മാത്രമായിരുന്നു. യാതൊരു ആരോഗ്യ പ്രശ്നവുമില്ലാതെ ജനിച്ച കുഞ്ഞുങ്ങൾ നിമിഷങ്ങൾക്കകം ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ശരീരം നീല നിറമായി മാറി. ഒടുവിൽ മരണത്തിന് കീഴടങ്ങി. ജനനം മുതൽ മരണം വരെ മനുഷ്യജീവിതത്തിന്റെ നേർസാക്ഷികളാണ് നഴ്സുമാർ. എന്നാൽ കോർഡോബയിലെ ആശുപത്രിയിലെ കുഞ്ഞുങ്ങളുടെ മരണത്തിന് പിന്നിൽ ഒരു നഴ്സിന്റെ ക്രൂര വിനോദമായിരുന്നു. മാലാഗ കുപ്പായത്തിലെത്തിയ രാക്ഷസി എന്ന് ലോകം വിശേഷിപ്പിച്ച സീരിയൽ കില്ലർ ബ്രണ്ട സിസിലിയ അഗ്വേറോ. മാർച്ച് മാസം കോർഡോബയിലെ മെറ്റേണൽ ന്യൂനാറ്റൽ ഹോസ്പിറ്റലിൽ കാര്യങ്ങൾ തകിടം മറിയാൻ തുടങ്ങി. പ്രസവത്തിന് ശേഷം അമ്മയുടെ അരികിൽ സുഖമായി കിടന്ന വാൾസ എന്ന കുഞ്ഞ് പെട്ടെന്ന് മരിക്കുന്നു. തൊട്ടു പിന്നാലെ അടുത്ത കുഞ്ഞ്. ഡോക്ടർമാർ പകച്ചുപോയി. അവർക്ക് കാരണം കണ്ടെത്താനായില്ല. ആദ്യം കരുതിയത് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ മെഡിക്കൽ പിഴവോ ആയിരിക്കാമെന്നാണ്. എന്നാൽ മരണങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. അഞ്ചാമത്തെ കുഞ്ഞും മരണത്തിന് കീഴടങ്ങി. 8 കുഞ്ഞുങ്ങൾ മരണത്തിന്റെ വക്കിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ദുരൂഹ മരണങ്ങളിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. മരിച്ച കുഞ്ഞുങ്ങളുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ ലോകം ഞെട്ടി. കുഞ്ഞുങ്ങളുടെ ശരീരത്തിൽ പൊട്ടാസ്യം, ഇൻസുലിൻ എന്നിവയുടെ അളവ് അസാധാരണമായി കൂടുതലാണെന്ന് റിപ്പോർട്ടിൽ തെളിഞ്ഞു. ആരും മനഃപൂർവ്വം കുഞ്ഞുങ്ങളിലേക്ക് വിഷം കുത്തിവെക്കാതെ ഇങ്ങനെ സംഭവിക്കില്ലെന്ന് ഡോക്ടർമാരും പോലീസും ഉറപ്പിച്ചു. എന്നാൽ ഇതിന് പിന്നാലെയുള്ള അന്വേഷണം ചെന്നെത്തിയത് ആരും പ്രതീക്ഷിക്കാത്ത ഒരാളായിരുന്നു. 27-കാരിയായ നഴ്സ് ബ്രണ്ട അഗ്വേറോയിൽ. സഹപ്രവർത്തകർക്ക് അവർ ഒരു മിടുക്കിയായ നഴ്സായിരുന്നു. രോഗികൾക്കും ആശുപത്രിയിൽ എത്തുന്നവർക്കും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന, അവരെ പരിചരിക്കുന്നയാൾ. എന്നാൽ ആരോരും അറിയാതെ വലിയ രഹസ്യങ്ങളായിരുന്നു അവർ ഉള്ളിൽ കൊണ്ടു നടന്നിരുന്നത്. കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ട ഹെപ്പറ്റൈറ്റിസ് ബി, വിറ്റാമിൻ കെ വാക്സിനുകൾക്ക് പുറമെ 4ാമതൊരു കുത്തിവയ്പ് ബ്രണ്ട നൽകിയിരുന്നു. അവരുടെ ഫോൺ പരിശോധിച്ചപ്പോൾ പൊട്ടാസ്യം കുഞ്ഞുങ്ങളിൽ എങ്ങനെ പ്രവർത്തിക്കും, കുഞ്ഞുങ്ങളെ കൊല്ലാനുള്ള വഴികൾ തുടങ്ങിയ കാര്യങ്ങൾ അവർ ഗൂഗിളിൽ തെരഞ്ഞിരുന്നതായി പോലീസ് കണ്ടെത്തി. മാസങ്ങളോളം അവർ പലവിധേന അന്വേഷണങ്ങൾ നടത്തി. കൊലപാതകങ്ങൾക്ക് പിന്നിൽ ബ്രണ്ട തന്നെ എന്ന് തെളിഞ്ഞതോടെ അവരുടെ ചില രീതികൾ അസ്വാഭാവികമായി തോന്നിയെന്ന് സഹപ്രവർത്തകരും ഓർത്തെടുത്തു. വേനൽക്കാലത്ത് പോലും ബ്രണ്ട ഫുൾ സ്ലീവ് ഷർട്ടുകളാണ് ധരിച്ചിരുന്നതെന്നും സിറഞ്ചുകൾ കൈക്കുള്ളിൽ ഒളിപ്പിച്ചു വെക്കാനായിരുന്നു ഇതെന്നും പിന്നീട് തെളിഞ്ഞു. മരിച്ച കുഞ്ഞുങ്ങളെ കാണാൻ മോർച്ചറിയിൽ അവർ തനിച്ചു പോകുമായിരുന്നു. കുഞ്ഞുങ്ങൾ മരിക്കുമ്പോഴോ അവർ ജീവന് വേണ്ടി പിടയുമ്പോഴോ അവർക്ക് ഭാവമാറ്റം ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് തുടങ്ങിയ കാര്യങ്ങൾ ചില സഹപ്രവർത്തകർ ഓർത്തെടുത്തു. മാനസികാരോഗ്യ വിദഗ്ധരുടെ വിലയിരുത്തലിൽ ബ്രണ്ടയ്ക്ക് ഹീറോ കോംപ്ലക്സ് ആയിരുന്നു. കുഞ്ഞുങ്ങളെ മരണവക്കിൽ എത്തിക്കുക, എന്നിട്ട് അവരെ രക്ഷിക്കാൻ ശ്രമിച്ച് എല്ലാവരുടെയും മുന്നിൽ ഹീറോ ആകുക. ബ്രണ്ടയുടെ ഈ തീക്കളിയിൽ 5 കുഞ്ഞുങ്ങളും ദാരുണ മരണം ഏറ്റുവാങ്ങുകയായിരുന്നു. 2022 ഓഗസ്റ്റിൽ ബ്രണ്ട അറസ്റ്റിലായി. വിചാരണ കാലയളവിൽ കേസിൽ താൻ നിരപരാധിയെന്ന് സ്ഥാപിക്കാനായി ജയിൽ മുറിക്കുള്ളിൽ കിടന്ന് ബ്രണ്ട നിയമപഠനം നടത്തി. 2025 ജൂണിൽ വിധി വന്നു. കോടതിയിൽ കരഞ്ഞുകൊണ്ട് താൻ നിരപരാധിയെന്ന് ബ്രണ്ട വാദിച്ചെങ്കിലും തെളിവുകളെല്ലാം അവർക്കെതിരായിരുന്നു. സഹപ്രവർത്തകരുടെ മുന്നിൽ ശ്രദ്ധിക്കപ്പെടാനും താൻ ഒരു മികച്ച നഴ്സാണെന്ന് വരുത്തി തീർക്കാനും കുഞ്ഞുങ്ങളെ അപകടത്തിലാക്കി പിന്നീട് രക്ഷിക്കാൻ ശ്രമിക്കുന്ന ഹീറോ കോംപ്ലക്സ് ആയിരുന്നു ബ്രണ്ടയ്ക്കെന്ന് പ്രോസിക്യൂഷൻ വാദിച്ചു. കുഞ്ഞുങ്ങളുടെ സീരിയൽ കില്ലർ എന്നും അവരെ വിശേഷിപ്പിച്ചു. ബ്രണ്ടയെ കുറ്റക്കാരി എന്ന് കണ്ടെത്തിയ കോടതി ഒരു ദയയും അർഹിക്കാത്ത ക്രൂരതയ്ക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ചു. ഇന്ന് അർജന്റീനയിലെ ജയിലറയ്ക്കുള്ളിൽ ബ്രണ്ട അഗ്വേറ കഴിയുമ്പോഴും തങ്ങളുടെ കൺമുന്നിൽ പിടഞ്ഞു മരിച്ച കുഞ്ഞുങ്ങളുടെ ഓർമ്മയിൽ ആ മാതാപിതാക്കൾ ഇന്നും നീറുകയാണ്.